വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർണ്ണനീയമായ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളെ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിനു വേണ്ടി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ലത രാമകൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൊച്ചുമകൾ ആരാധ്യയുടെ ബർത്ത്ഡേ നാളെയാണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആരാധ്യ. നമുക്ക് ചേർന്ന് ആ പൈതലിന് വേണ്ടിയും ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ആ കുഞ്ഞിനെ സകലവിധ അനുഗ്രഹങ്ങളാലും കർത്താവെ ആ മകളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആ ജന്മദിനം ആഘോഷിക്കുന്ന കുഞ്ഞിൻ്റെ മേൽ വരട്ടെ. മകൻ രജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് രാമകൃഷ്ണന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും കർത്താവെ മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായും അങ്ങ് വിടുവിക്കുകയും സ്വഭാവത്തിൽ വലിയ വ്യത്യാസം നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ എല്ലാ കടബാധ്യതയിൽ നിന്നും പൂർണ്ണ വിടുതൽ ഈ കുടുംബത്തിന് നൽകണമേ. നല്ല സമാധാനമുള്ളൊരു ജീവിതം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷൈനി പൗലൂസിനായി പ്രാർത്ഥിക്കുന്നു. മകൾ ഹെൽനയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. BSc നഴ്സിംഗ് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ, നല്ല ആരോഗ്യത്തിന് വേണ്ടി, നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല സ്വഭാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷറായ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് തൈറോയിഡിൻ്റെ പ്രയാസത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ വെൽവിഷർക്ക് കൊളസ്ട്രോൾ നോർമലാകേണ്ടതിന്, അതുപോലെ വീടിൻ്റെ പണികൾ പൂർത്തിയാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗുജറാത്തിൽ നിന്നുള്ള ഒരു വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരന് തൻ്റെ ഹാർട്ട് പ്രോബ്ലം പൂർണ്ണമായും സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി ഒരു കുഞ്ഞുണ്ടാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. 3 പെൺമക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളുടെ മേൽ സകല അനുഗ്രഹങ്ങളും വന്ന് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉടുപ്പി ജൂൺ 25 വ്യാഴം. സമയം വൈകിട്ട് 5:30 മുതൽ. ശ്രീ ആരൂർ ലക്ഷ്മി നാരായണ റാവു മെമ്മോറിയൽ ടൗൺ ഹാൾ, അജർക്കാട്, ഉടുപ്പി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൈസൂർ ജൂൺ 26 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ. ജഗൻ മോഹൻ പാലസ്, ദേവരാജ് മോഹല്ല, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. സഹോദരൻ്റെ പേര് മുരളീധരൻ എന്നാണ്. ഇദ്ദേഹം മുൻപ് ജോലി ചെയ്തിരുന്നത് റെയിൽവേയിലായിരുന്നു. ആ ജോലി ചെയ്തിരുന്ന നാളുകൾ മുഴുവനും ഇദ്ദേഹത്തിന് 2 പ്രധാനമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ മദ്യപാനമായിരുന്നു. വിട്ടുമാറാൻ പറ്റാത്ത രീതിയിലുള്ള മദ്യപാനമായിരുന്നു ഒന്നാമത്തെ പ്രശ്നം. ഈ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല മദ്യപാനിയായിരുന്നു. ജോലിയിലെല്ലാം അങ്ങനെ മദ്യപിക്കരുത് എന്ന നിയമമുണ്ടെങ്കിലും
ആരും കാണാതെ മദ്യപിക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ഈ ജോലിയുടെ എല്ലാ നാളുകളിലും മദ്യപിച്ചുകൊണ്ടാണ് താൻ ജീവിച്ചിരുന്നത്. സർവീസിൽ മുഴുവൻ മദ്യപിച്ച് ജീവിച്ചു, വളരെ നല്ല രീതിയിൽ മദ്യപിച്ച് ജീവിച്ചു. അതോടൊപ്പം തന്നെ പൈൽസിന്റെ അസുഖം തനിക്കുണ്ടായിരുന്നു. രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പൈൽസിന്റെ അസുഖം മൂലം ജോലി സമയത്തൊക്കെ ശക്തമായ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജോലിയുടെ ഇടയിലും അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് താൻ ആശുപത്രിയിൽ പോകും, മരുന്ന് വാങ്ങും, തിരിച്ചു വരും. ഇങ്ങനെ തന്നെയായിരുന്നു ഈ സർവീസിലിരിക്കുന്ന നാളുകളിലൊക്കെ മദ്യപാനം ഉണ്ടായിരുന്നു. അതോടൊപ്പം ശക്തമായ രീതിയിൽ പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഈ പ്രയാസം കൊണ്ട് വർഷങ്ങൾ തള്ളി നീക്കി കഴിഞ്ഞു. 2014 താൻ ഡേറ്റ് കൃത്യമായി ഓർക്കുന്നില്ല, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം യാദർച്ഛികമായി കാണുവാനിടയായിത്തീരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നൊരു സംഭവം ഉണ്ട് എന്നറിഞ്ഞതും, അനൗൺസ്മെന്റ് കേട്ടപ്പോൾ അറിഞ്ഞതും, തൻ്റെ നാട്ടിൽ കൊട്ടാരക്കരയിൽ തന്നെ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നു എന്നറിഞ്ഞ് വേഗം ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ താൻ ആ കൊട്ടാരക്കരയിൽ, മാസം ഓർക്കുന്നില്ല. കൊട്ടാരക്കര സ്വദേശിയാണോ? കുന്നിക്കോട് എന്ന് പറഞ്ഞ കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലം. അവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നു എന്നറിഞ്ഞ് ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലോട്ട് താൻ അന്ന് കടന്നു വന്നു. അന്ന് കടന്നു വന്നപ്പോൾ അന്ന് പ്രത്യേകിച്ച് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്ന ഒരു അനുഭവം തനിക്കുണ്ടായി. ഒന്നുകൂടി പറഞ്ഞേ. ആരാധനയുടെ ഇടയിൽ തന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്ന ഒരു അനുഭവം തനിക്കുണ്ടായി. തന്റെ ബോഡിയിൽ അത് ഫീൽ ചെയ്തത് തന്റെ കാൽ മുതൽ തല വരെയും ഇങ്ങനെ പെരുത്ത് കയറുന്നത് പോലെ ഒരു അനുഭവം തനിക്കുണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കാര്യം? ചുമ്മാ ഇങ്ങനെ പാട്ട് പാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരിയുകയല്ല. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ, ബ്ലെസ്സിങ് ടുഡേയുടെ മീറ്റിങ്ങുകളിൽ പ്രവർത്തിക്കുന്ന അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇത് പറയുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാല് മുതൽ ഒരു പെരുപ്പ്, തലവരെയും ഒരു പെരുപ്പുണ്ടായി. സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്, അന്നത്തെ ആരാധന കഴിഞ്ഞ് താൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ തനിക്കറിയാം തന്നെ പരിശുദ്ധാത്മാവ് തൊട്ടിട്ടുണ്ട് എന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലായി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്നാണ് പറഞ്ഞത്. വെള്ളിയാഴ്ചയായിരുന്നു അന്നത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നത്. താൻ പറയുന്നു അന്ന് രാത്രി ശക്തമായ രീതിയിൽ പൈൽസിന്റെ അസുഖം വന്നു. ശക്തമായ രീതിയിൽ രക്തം കുറേയധികം പോയി. അന്ന് ഉണ്ടായിരുന്ന പൈൽസ് രോഗം അന്ന് കൂടി. ഞാൻ ചോദിച്ചു അന്ന് കൂടിയെങ്കിൽ പിറ്റേ ദിവസം എന്തെങ്കിലും സംഭവിച്ചോ? അദ്ദേഹം പറയുന്നു പിറ്റേ ദിവസം ആ പൈൽസിന്റെ അസുഖം വീണ്ടും ഇതുപോലെ ഉണ്ടായി, കുറേയധികം രക്തം പോയി ഒക്കെ ചെയ്തു. പക്ഷേ അന്ന് താൻ വന്നപ്പോൾ, ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നപ്പോൾ, അവിടെ പുനലൂര് ഒരു ബ്ലെസ്സിങ് സെന്റർ ഉണ്ട് എന്ന് താൻ അറിയുവാനിടയായിത്തീരുന്നു. താൻ അപ്പോൾ തന്നെ ഈ പൈൽസിൻ്റെ അസുഖം ഈ വെള്ളിയും ശനിയും ഉണ്ടായപ്പോൾ തന്നെ താൻ തീരുമാനിച്ചു, എന്തായാലും ഈ അസുഖം ഉണ്ടെങ്കിലും ഞാൻ ആ ഞായറാഴ്ചയിൽ പുനലൂര് ബ്ലെസ്സിങ് സെന്ററിൽ പോകുമെന്ന് തീരുമാനിച്ചു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നു, ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഒരു അനുഭവം ഉണ്ടായി. അതെ, അന്ന് രാത്രി കൂടി. പിറ്റേ ദിവസം ശനിയാഴ്ച വീണ്ടും കൂടി. പക്ഷെ അപ്പോൾ തീരുമാനിച്ചു ഇനി ഒരിക്കലും ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് പോയില്ലെന്നല്ല, ഇനിയും നാളെ ഞാൻ പുനലൂരിൽ ബ്ലെസ്സിങ് സെന്ററിൽ പോകുമെന്ന് തീരുമാനിച്ചു. ഇതിന്റെ പേരാണ്, പറയാമോ? ഞാൻ പറഞ്ഞോട്ടെ, വിശ്വാസം. പറഞ്ഞേ, വിശ്വാസം. ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കൂടി അങ്ങ് കൂടുന്നത് പോലെ തോന്നും. കൂടുന്നത് എന്തിനാണെന്നറിയാമോ? എന്നും എന്നേക്കുമായി അത് നിന്നു പോകാൻ വേണ്ടിയാണ്. അന്ന് ഞായറാഴ്ച പുനലൂർ ബ്ലെസ്സിങ് സെന്ററിൽ ചെന്നു. അന്നത്തെ അവിടുത്തെ ആരാധനയിൽ പങ്കെടുത്തു, വചന സന്ദേശം കേട്ടു. അവസാനം അവിടുത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, അന്ന് ആ ഞായറാഴ്ചക്ക് ശേഷം ഇന്ന് മാസങ്ങൾ കഴിഞ്ഞു. 2014 ഏകദേശം ഒക്ടോബറിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത്രയും മാസങ്ങളായിട്ട്, വർഷങ്ങളായി വന്നുകൊണ്ടിരുന്ന പൈൽസ് അസുഖം തനിക്കില്ല. അതോടുകൂടെ വർഷങ്ങളായി സർവീസിൽ വരെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മദ്യപാനം അതും വിട്ടുമാറി. മുരളീധരൻ എന്നല്ലേ? മുരളീധരൻ. ഈ ചെറുക്കൻ പറഞ്ഞൊക്കെ ശരിയാണോ? എല്ലാം ശരിയാണ്, സത്യമാണ്. എത്ര വർഷം പൈൽസ് രോഗം ഉണ്ടായിരുന്നു ഏകദേശം? പൈൽസ് രോഗം എന്റെ കുഞ്ഞുനാൾ പോലെ ഉണ്ട്. കുഞ്ഞുനാൾ മുതൽ എനിക്ക് അറിയാറായ നാൾ പോലെ ഉണ്ട്. എങ്കിലും ഇത് എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 62 വയസ്സായി. 62. അപ്പൊ ഒരു 10-58 വർഷമെങ്കിലും ഈ സാധനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 1/2 നൂറ്റാണ്ട് പിന്നിട്ട പൈൽസ് രോഗമാണ്. 1/2 നൂറ്റാണ്ട്. ഓക്കെ. മദ്യപാനം ഏകദേശം എത്ര നാൾ കാണും? മദ്യപാനവും ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. ജോലി കിട്ടിയ ശേഷമാണോ കുടിക്കുന്നത്? ജോലി കിട്ടിയ ശേഷമാണ് മദ്യപാനം തുടങ്ങിയത്. കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടിയാണ്
സഹപ്രവർത്തകരോടൊപ്പം കൂടിയാണ്. കുറേശ്ശെയായി കൂടി പിന്നത് കുറഞ്ഞു, വീണ്ടും കൂടി ഈ പൈൽസ് മാറിയത് കൊണ്ട് മദ്യപാനം കളയാൻ കാര്യം എന്താ? ആരാധന സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു മദ്യപാനം നിർത്താനുള്ളവര് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞായറാഴ്ചയാണോ അതോ വേറെ ഏതെങ്കിലും ദിവസം? അല്ലേ, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലാണ്. ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ച് എൻ്റെ വീട്ടിലെ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, മദ്യപാനം കഴിച്ച് ചെല്ലുമ്പോൾ ഭാര്യയുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മദ്യപാനം നിർത്തണം, നിങ്ങൾക്ക് ഈ രോഗത്തിനത് കേടുവരും, നിർത്തണം എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ കേൾക്കുന്നില്ല. എങ്കിലും ബ്രദർ വിളിച്ചു പറഞ്ഞു മദ്യപാനം നിർത്താനുള്ളവരിപ്പം കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ നിമിഷം ഞാനും പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ മദ്യപാനം വിട്ടുപോയി. ഇതുവരെ പിന്നെ ഞാൻ മദ്യം തൊട്ടിട്ടില്ല. അതിൻ്റെ വാട പോലും കേൾക്കുവാൻ സർവശക്തൻ അതിൻ്റെ വാട പോലും ശ്രമിക്കുവാൻ സർവശക്തൻ അനുവദിക്കുന്നില്ല. അതിൻ്റെ വാട എന്ന് പറഞ്ഞാൽ എന്താ? മണം. അതിൻ്റെ മണം അടിക്കുന്നത് പോലും ഇപ്പം ഇഷ്ടമല്ല. പതിറ്റാണ്ടുകൾ മദ്യം കുടിച്ച ആളാണ് ഈ പറയുന്നത്. മണം കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. കൈകൾ ഉയർത്തിപ്പിടിക്കാം, എല്ലാ കൈകളും ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, മുരളീധരൻ എന്ന ഈ സഹോദരനോട് ചേർന്ന് ഈ മെഗാ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരും കൈകളെ ഉയർത്തി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യപാനികൾക്ക് അങ്ങൊരു പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. അതിനാൽ എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്നു. താങ്ക് യു ജീസസ്. കർത്താവേ, പൈൽസ് രോഗം മാത്രമല്ല, ഏത് രോഗത്തിന് അടിമകളായവരെയും പരിശുദ്ധാത്മാവെ അങ്ങ് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സകല അധികാരവുമുണ്ട്. ദൈവത്തിന് എന്തുണ്ട്? അധികാരമുണ്ട്. ഈ ഭൂമിയുടെ മേൽ ആർക്കാണ് അധികാരമുള്ളത്? ദൈവത്തിനാണ്, അല്ലേ? കേരള ഗവൺമെന്റിന് കേരളത്തിൻ്റെ മേലാണ് അധികാരമുള്ളത്. തമിഴ്നാടിൻ്റെ മേൽ അധികാരമുണ്ടോ? ഇല്ല, അവിടെ വേറൊരു ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മേലാണ് അധികാരമുള്ളത്. മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ആ ഗവൺമെൻറ്റിന് അധികാരമില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക, ഈ ഭൂമിയുടെ മേൽ മുഴുവൻ അധികാരവുമുള്ള ഒരു രാജ്യത്തെയും ഒരു രാജാവിനെയും ഇന്ന് വരെ വന്നിട്ടില്ല. എന്നാൽ ഈ ഭൂമിയുടെ മുഴുവൻ മേലും അധികാരമുള്ള ഒരുവനുണ്ട്, അവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാമോ? ഓർക്കുക, ദൈവത്തിന് സകലത്തിനും അധികാരമുണ്ട്. ആ അധികാരം യേശു കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവന് സ്വർലോകങ്ങളുടെ മേൽ അധികാരമുണ്ട്, അധോലോകത്തിൻ്റെ മേൽ അധികാരമുണ്ട്, ഭൂമിയിലും അധികാരമുണ്ട്. കാരണം ഈ 3 ലോകത്തിൻ്റെ മേലും മേലായ നാമം നൽകി യേശുവിനെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്, അഥവാ മാനിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്രയും അധികാരിയായിട്ടുള്ള, അധിപനായിട്ടുള്ള ഒരാളുടെ മോനാണ് ഇവിടെ ഇരിക്കുന്നത്, മോളാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, നിന്റെ അപ്പന് ഭൂമിയുടെ മേലും പാതാളത്തിൻ്റെ മേലും മനുഷ്യരുടെ മേലും സ്വർഗത്തിൻ്റെ മേലും അധികാരമുണ്ട്. ഹല്ലേലൂയ. എത്ര വലിയ ദൈവത്തെയാണ് നാം ഓരോരുത്തരും സേവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഓർക്കുക, യേശു കർത്താവ് തൻ്റെ കയ്യിൽ പിതാവായ ദൈവം നൽകിയിട്ടുള്ള അധികാരത്തെ യേശു കർത്താവ് ചെയ്തിരിക്കുന്നത് നമുക്കങ്ങ് തന്നിരിക്കുക. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളുടെ മേൽ യേശു കർത്താവ് അധികാരം നമുക്ക് തന്നിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറയൂ, യേശുവിൻ്റെ അധികാരം യേശു നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ അധികാരം നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്? യേശു കർത്താവ് തൻ്റെ അധികാരം നാമുമായിട്ട് പങ്കുവെച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയുള്ള അധികാരമാണ് യേശു കർത്താവിൻ്റെ കയ്യിലുണ്ടായത്? അല്ലെങ്കിൽ ഏതിൻ്റെ മേലായിരുന്നു യേശു കർത്താവിന് അധികാരമുണ്ടായത്? നോക്കുക, യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. യേശുവിൻ്റെ പരീക്ഷണ സമയം എപ്പോഴായിരുന്നു അത്?
നിങ്ങൾക്കറിയാം, യേശു കർത്താവ് ഉപവാസത്തിന് ശേഷമായിട്ടുള്ള സമയങ്ങളിൽ പരീക്ഷകൻ അവൻ്റെ അടുക്കിലേക്ക് വന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം, അവിടെയൊക്കെ നാം കാണുന്നുണ്ട് യേശുവിൻ്റെ അടുക്കൽ പിശാച് അവനെ പരീക്ഷിക്കുവാനായിട്ട് വന്നു. ആ സമയത്ത് യേശു കർത്താവിൻ എന്ത് ചെയ്തു? താൻ അധികാരം ഉപയോഗിച്ച് പിശാചിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയൂ, യേശുവിൻ്റെ അധികാരം നിങ്ങളുടെ മേലുണ്ട്. യേശുവിൻ്റെ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിനെ പോലെ തന്നെ നിങ്ങളുടെ അടുക്കൽ കൊമ്പും വാലുമായിട്ടല്ലെങ്കിലും മറ്റു പല രീതിയിലും വരുന്ന പിശാചിനെ ഓടിച്ചു കളയാനുള്ള അധികാരം നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. ഇമ്മിണി പ്രയാസം ഉണ്ടല്ലേ അത് വിശ്വസിക്കാനായിട്ട്. ഓ, യേശു കർത്താവ് വലിയ ദൈവമല്ലേ, യേശുവിന് അതുകൊണ്ട് പിശാചിനെ ഓടിച്ചു കളയാനായിട്ട് പറ്റും. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, എനിക്കെങ്ങനെ അത് ചെയ്യാനായി സാധിക്കും? യേശു നിങ്ങൾക്കൊരധികാരം തന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസത്താൽ ആ അധികാരം എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ പിശാച് വന്നിട്ട് എന്ത് പറഞ്ഞു? അപ്പമായി തീരാൻ കൽപ്പിച്ചു. ദൈവത്തിനോട് ഒരിക്കലും അപ്പമാകാൻ വേണ്ടി ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന് സാധാരണ ഭക്ഷണം ആവശ്യമില്ലല്ലോ. യേശു കർത്താവ് പൂർണ്ണമായും മനുഷ്യത്വത്തിൽ തന്നെയായിരുന്ന സമയത്തായിരുന്നു പിശാച് അവനെ പരീക്ഷിക്കുവാനായി വന്നത്. ഒരു സാധാരണ മനുഷ്യനെ പരീക്ഷിക്കുന്നത് പോലെയായിരുന്നു പിശാച് അവനെ പരീക്ഷിച്ചത്. പക്ഷേ ആ പരീക്ഷണത്തിൻ്റെ മധ്യത്തിലും യേശു കർത്താവ് പിശാചിനെ വചനം പറഞ്ഞു ജയിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പിശാചിനെ നമുക്ക് ജയിക്കാനായി സാധിക്കും. എന്നാൽ യേശു കർത്താവ് ഈ അധികാരങ്ങൾ എല്ലാം ഉപയോഗിച്ചത് ചുമ്മാതല്ല, തൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു. ഉറക്കെ പറയാമോ? എന്തുപയോഗിച്ചിട്ടായിരുന്നു? വാക്കുകൾ. അല്പം കൂടെ ശബ്ദം ഉയർത്തി പറയാമോ? വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു. യേശു കർത്താവ് നമുക്ക് തന്ന അധികാരം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നു, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിപ്പാൻ, തന്നോട് കൂടെ ഇരിക്കുവാനുമായിട്ട് അവൻ 12 പേരെ നിയമിച്ച് അവർക്ക് അധികാരം കൊടുത്തു. അതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ ദൈവത്തിനുണ്ടായിരുന്ന അധികാരങ്ങളെല്ലാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അനുസരിച്ച് യേശുവിൻ്റെ മേൽ വന്നിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ മുഴുവൻ അധികാരങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവാൻ, ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി തൻ്റെ ശിഷ്യന്മാരുടെ മേൽ ആ അധികാരത്തെ കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, യേശു കർത്താവ് പിശുക്കനല്ല. പറഞ്ഞേ, യേശു എല്ലാം കൊടുക്കുന്നവനാണ്. പറഞ്ഞേ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് 70 ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു എന്ന് വായിക്കുന്നു. ആദ്യം 12 പേർക്കായിരുന്നു, പിന്നെ 70 പേർക്കും എന്ത് ചെയ്തു? യേശു കർത്താവ് അധികാരത്തെ കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 19-20 വചനങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ അധികാരത്തിൽ, ആ നിയോഗത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പോയി പുറപ്പെട്ട് ചെന്ന് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് വചനങ്ങൾ കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ അധികാരത്തിൽ കർത്താവ് നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, നിങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട്. പറഞ്ഞേ. അയ്യോ എൻ്റെ സിസ്റ്ററെ, ഇങ്ങനെയൊക്കെ പറയല്ലേ. ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നെങ്കിൽ പറയാമായിരുന്നു എനിക്കൊരു അധികാരമുണ്ടെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്തെങ്കിൽ എനിക്കൊരു അധികാരമുണ്ടെന്ന് പറയാമായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ഈ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ നോക്കിയിട്ടാണോ സിസ്റ്റർ ഇങ്ങനെ എനിക്കൊരു അധികാരമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പ്രിയ സഹോദരി, നിങ്ങൾ ഒരു പക്ഷേ അടുക്കളയിലായിരിക്കാം, പക്ഷെ യേശുവിൻ്റെ നാമം നിങ്ങൾ പറയുമ്പോൾ ആ നാമത്തിലൂടെ നിങ്ങൾക്കൊരു അധികാരം ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ കയറി പറ്റുവാൻ ശ്രമിക്കുന്ന കുട്ടി പിശാചുക്കളെ പുറത്താക്കാനുള്ള അധികാരം ഒരുപക്ഷെ അടുക്കളയിൽ ഇരിക്കുന്ന നിനക്കാണുള്ളത്.
അതിനുവേണ്ടി ഒരു പ്രവാചകനെ വിളിക്കുകയോ മറ്റാരെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരികയോ ചെയ്യേണ്ട ആവശ്യമില്ല. യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരു കുട്ടി പിശാചും എന്റെ വീട്ടിൽ കയറില്ല എന്ന് നിന്റെ അടുക്കളയിൽ അടുപ്പിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. യേശു അതുപോലെ അത്ഭുതം ചെയ്തിരിക്കും. അതാണ് വിശ്വസിക്കുന്നവന്റെ അധികാരം. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, നീ ആരാണെന്നുള്ളത് പ്രശ്നമല്ല. പറഞ്ഞേ, ഏത് നാമത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ഒരിക്കൽ യേശു കർത്താവിന്റെ അടുക്കിലേക്ക്, എനിക്ക് തോന്നുന്നു ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്, യേശുവിന്റെ അടുക്കിലേക്ക് ചില യഹൂദന്മാരുടെ ഇടയിലുള്ള ചില മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് അയച്ചു. എന്നിട്ട് ഇങ്ങനെ പറയിപ്പിച്ചു, യേശുവേ, കുറെ മൂപ്പന്മാർ ചെന്നിട്ട് യേശുവിനോട് പറയുകയാണ്, യേശുവേ, ഇന്നിന്ന സ്ഥലത്തൊരു ശതാധിപനുണ്ട്, അയാൾ നമ്മുടെ കൂട്ടർക്ക് യഹൂദന്മാർക്ക് ഒരു പള്ളി പോലും പണിയിപ്പിച്ച് തന്നിട്ടുള്ള വ്യക്തിയാണ്. അയാളുടെ ജോലിക്കാരൻ ഇപ്പോൾ ഒരു വല്ലാത്ത ദീനം വന്ന് കിടക്കുകയാണ്, അതുകൊണ്ട് അങ്ങൊന്ന് സൗഖ്യമാക്കണം. അപ്പോൾ അവിടെ മൂപ്പന്മാർ അത് പറഞ്ഞപ്പോൾ തന്നെ യേശു കർത്താവ് തന്നെ എവിടെയോ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന യേശു കർത്താവ് ഈ ശതാധിപന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്തിനാണ്? തൻ്റെ ബാല്യക്കാരന് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ വീടിൻ്റെ വാതിൽക്കൽ എത്താറായപ്പോൾ ശതാധിപൻ വളരെ വേഗത്തിൽ ഓടി തൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് കുനിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങെൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. കാരണം അങ്ങയുടെ മുൻപിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ ജാതീയനായൊരു വ്യക്തിയാണ്, എനിക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുൻപിൽ വരാതിരുന്നത്. പകരം പല പ്രധാനപ്പെട്ട നിങ്ങളുടെ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ അയക്കാൻ പോലും കാരണം അതായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം, ഞാനൊരു ഓഫീസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ താഴെയുള്ള ഒരു ഭൃത്യനോട് നീ പോകുക എന്ന് പറയുമ്പോൾ അവൻ ഉടനടി സല്യൂട്ട് അടിച്ചു പോകും. വരിക എന്ന് പറയുമ്പോൾ അവൻ ഉടനടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ അധികാരത്തിൻ്റെ കീഴിലുള്ളവനായതുകൊണ്ട് അധികാരം എത്രത്തോളം ശക്തമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ, ശതാധിപനാണെന്ന് ഓർക്കണം, എന്തു വലിയ ബംഗ്ലാവായിരിക്കും അയാൾക്ക്, പക്ഷെ അയാൾ പറയുകയാണ്, എൻ്റെ വീട്ടിൽ നീ കയറണ്ട, നീ നിൽക്കുന്ന ഒരു വാക്ക് കൽപ്പിച്ചാ മതി, നിന്റെ കീഴെയുള്ള ദൂതന്മാർ അവിടെ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞ കാര്യമാണ്, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അധികാരം. ഹല്ലേലൂയ. ശതാധിപൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്ത് നടക്കും? അത്ഭുതം നടക്കും. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, യേശുവിൻ്റെ ഒരു വാക്ക് മതി അത്ഭുതം നടക്കാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരം നമുക്കുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ചില വാക്ക് പറയുമ്പോൾ അതേ വാക്കുപോലെ അത്ഭുതം നടക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉടുപ്പി ജൂൺ 25 വ്യാഴം. സമയം വൈകിട്ട് 5:30 മുതൽ. ശ്രീ ആരൂർ ലക്ഷ്മി നാരായണ റാവു മെമ്മോറിയൽ ടൗൺ ഹാൾ, അജർക്കാട്, ഉടുപ്പി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൈസൂർ ജൂൺ 26 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ. ജഗൻ മോഹൻ പാലസ്, ദേവരാജ് മോഹല്ല, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. തൻ്റെ അടുക്കൽ വരുന്ന ആരെയും യേശു കർത്താവ് ഉപേക്ഷിക്കുകയില്ല. വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഈ സമയത്ത് ചെല്ലാം. കർത്താവെ, ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. രോഗികളായിരിക്കുന്നവരെ കർത്താവെ ഈ സമയത്ത് സൗഖ്യമാക്കണമേ. ഈ രോഗം മരണം വരെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്ന ചില പ്രത്യേക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, അങ്ങനെയുള്ള രോഗങ്ങൾ ഈ നിമിഷം മുതൽ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് നഖത്തിൻ്റെ ചുറ്റും കാൽസ്യം ഡെപ്പോസിറ്റ് ഉണ്ടായി വീർത്ത് ഭയങ്കരമായ പെയിനുള്ള, കുഴിനഖം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രോഗങ്ങളുള്ള ചിലരെ യേശു കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. There is a very, very clear healing in Jesus' name. ആരായിരുന്നാൽ ഇപ്പോൾ ആ സൗഖ്യം ഉണ്ടാകട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയൊരു പ്രവാഹം അഗ്നി പോലെ പ്രവർത്തിച്ച് പലരിലും സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക. മിനി എന്ന പേരുള്ള
ഒരു സഹോദരി ചെസ്റ്റ് പെയിൻ കൊണ്ട്, നെഞ്ചിൻ്റെ വേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന മിനി, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. അതുപോലെ ഞാൻ മരിച്ചു പോകും എന്നിങ്ങനെ ഉള്ളിൽ ചിന്തിക്കുന്ന പലരുമുണ്ട്. ഭയങ്കരമായ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം പിടിച്ചിരിക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ് ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഫിയർ ടു ലീവ് ദം. പൂർണ്ണമായ വിടുതൽ ഉണ്ടാകട്ടെ. നട്ടലിൻ്റെ ഡിസ്കിനും അതുപോലെ കണ്ണികൾക്കൊക്കെ പ്രയാസമുള്ള, ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. രോഗമോ മറ്റു രീതിയിലുള്ള ജീവിതത്തിലെ ഏത് പ്രശ്നമാണെങ്കിലും ഉള്ളിൽ വിശ്വസിക്കുമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിക്കുക. കർത്താവേ, ഭൂമിയിൽ 2 പേർ ഐക്യമെത്തിപ്പെട്ടാൽ നീ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഉടുപ്പിയിൽ ആദ്യമായിട്ട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഐ ഇൻവൈറ്റ് യു പേഴ്സണലി. ഉടുപ്പിൽ എല്ലായിടത്തും ഒരുപക്ഷെ ഈ ടെലികാസ്റ്റ് ലഭിക്കുന്നില്ലായിരിക്കാം, ഐ ഡോണ്ട് നോ. ലഭിക്കുന്നവർ തീർച്ചയായും വരണം. എന്നാൽ ഇത് കാണുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങളിലിരുന്നുകൊണ്ട് ഇത് കാണുന്നവർ, ആ ഭാഗത്ത് നിങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ തീർച്ചയായും വരാൻ പറയണം. ഐ ബിലീവ് ദ റിസറക്ഷൻ പവർ ഓഫ് ജീസസ് വിൽ ബി ടച്ചിങ് ദം ആൻഡ് ടേണിങ് ദെയർ ലൈഫ് അറൗണ്ട്. നാളെ മൈസൂരിലേക്കാണ് ബ്ലെസ്സിങ് ടുഡേ ടീം വന്നെത്തുന്നത്. മൈസൂരിലും എവിടെ നിന്നൊക്കെ ഡ്രൈവ് ചെയ്തോ വണ്ടി പിടിച്ചൊക്കെ വരാമോ അവരെല്ലാം വരണം. എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല, ബ്ലെസ്സിങ് ടുഡേ ടീമിനെ കാണാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ടു സീ ജീസസ്, ടു ഗെറ്റ് ബ്ലെസ്ഡ് ബൈ ഹിം. മാത്രമല്ല, നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി അല്ലെങ്കിൽ മൈ പ്രയർ ഡയറി, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പ്രസിദ്ധീകരണങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിന്നേഴ്സ് ഫാക്ടറി ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ആശിഷമാരി എന്ന പുസ്തകം ഒത്തിരി പേർക്ക് സൗഖ്യവും വിടുതലും ആന്തരിക സൗഖ്യമൊക്കെ നൽകിയ പുസ്തകമാണ്. ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ കരസ്ഥമാക്കണം. ഓൺലൈനായി അല്ലെങ്കിൽ സ്ക്രീൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല ഒരു കാര്യമായിരിക്കും. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.